സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് മത്തങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട് കേട്ടോ. പിന്നെ 1 കപ്പോളം വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തത്, ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന വൻപയറാണ്. അതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ അടിക്കുന്നവരെ വേവിച്ചെടുക്കുക. അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയും 3-4 എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇത് 3ഉം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒരു സ്വല്പം പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നാൽ മതി. 3 വിസിലടിച്ച ശേഷം ആവിയും പോയി കഴിഞ്ഞ് തുറന്ന് നോക്കി പയറിൻ്റെയും മത്തങ്ങയുടെയും വേവ് കറക്റ്റ് ആണോ എന്ന് നോക്കിയ ശേഷം അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നമ്മളൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമായിപ്പോയാൽ എരിശ്ശേരിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും, ഒരു ലൂസായ പോലെ ആയിപ്പോവും. എന്നിട്ട് വെള്ളം വറ്റിച്ചെടുത്ത ശേഷം ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് ഒന്ന് കുക്കർ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ചൂടാക്കിയ ശേഷം വേണം അത് നമുക്ക് ഒന്ന് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ ആവശ്യത്തിനായിട്ടുള്ള താളിപ്പുണ്ടാക്കാനായിട്ട് ഒരു പാനെടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും താളിക്കുന്നതിന് ആവശ്യമായിട്ട് 1-2 ടീസ്പൂൺ കടുകും 3-4 അല്ലി കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഇടണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 1 പിടിയോളം തേങ്ങ അതിലേക്കിട്ട് ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നമ്മുടെ മത്തങ്ങയിലേക്ക് ഇട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഐറ്റമാണ്.